വിശുദ്ധ ദിവസത്തെ ബഹുമാനിക്കുക. യെശയ്യാപ്രവചനം 58-ാം അധ്യായം അതിന്റെ 13-ാം തിരുവചനത്തിൽ പറയുന്നു, നീ എൻ്റെ വിശുദ്ധ ദിവസത്തെ നിന്റെ കാര്യാദികളെ നോക്കാതെ ശബത്തിൽ നിന്റെ കാലടക്കി വെച്ച് ശബത്തിനെ ഒരു സന്തോഷം എന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്ന് പറയുകയും നിന്റെ വേലയ്ക്ക് പോകാതെയും നിന്റെ കാര്യാദികളെ നോക്കാതെയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. നാം ഹല്ലേലൂയ എന്നെ കാണുന്ന ദൈവമക്കളെ, നിങ്ങൾ വാസ്തവമായി ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ശബത്ത് ദിവസത്തെ വിശുദ്ധ ദിവസത്തെ നാം ആചരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെശയ്യാപ്രവചനം 58-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ വിശുദ്ധ ദിവസത്തിൽ നമ്മുടെ കാര്യങ്ങൾ നോക്കാതെ ശബത്തിൽ നമ്മുടെ കാലടക്കി വെച്ച് ശബത്തിനെ ഒരു സന്തോഷമെന്നും ബഹുമാനയോഗ്യമായ ദിവസമായി എണ്ണുകയും ചെയ്യുമെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ആ വചനം പറയുന്ന 6 ദിവസം അധ്വാനിച്ചിട്ട് വേലയ്ക്കുകയും ചെയ്യുക. 7-ാം ദിവസം ദൈവമായ യഹോവയുടെ ശബത്താകുന്നു. ശബത്ത് ദിവസം ശുദ്ധീകരിക്കാൻ ഓർക്കാൻ തിരുവചനം പറയുന്നത് പോലെ ഹല്ലേലൂയ ശബത്തിൽ നാം അടക്കി വെച്ചോ നാം കർത്താവിനെ ഹല്ലേലൂയ ആരാധിക്കുന്നുവെങ്കിൽ, നിങ്ങൾ വാസ്തവമായി ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, ആത്മാർത്ഥമായി ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ ദൈവത്തിൻ്റെ കൽപ്പന നിങ്ങൾ അനുസരിക്കും. വിശുദ്ധ ദിവസത്തെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ യഹോവ നിങ്ങളെ ദേശത്തിൽ ഉന്നതങ്ങളിൽ വാഹനമേറി ഓടുമാറാക്കുകയും നിങ്ങളുടെ പിതാക്കന്മാരായ യാക്കോബിൻ്റെ അവകാശം കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്യുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു.